ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മക്കളെപ്പോഴും അങ്ങയുടെ കൂടെ ആയിരിക്കണമെന്നും അങ്ങയുടെ സാന്നിധ്യത്തിൽ വസിക്കണമെന്നും അങ്ങ് ആഗ്രഹിക്കുന്നു. കാരണം അങ്ങയെ കൂടാതെ ഞങ്ങൾക്ക് ആർക്കുമേ ഒന്നും ചെയ്യാൻ സാധ്യമല്ലാത്ത അവസ്ഥയാണുള്ളത്. ഇതറിയുന്ന അവിടുന്ന് എപ്പോഴും ഞങ്ങളുടെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. അതുകൊണ്ട് കർത്താവെ, അവിടുന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു ഞങ്ങളുടെ കൂടെ വസിക്കുവാൻ, ഞങ്ങളുടെ ഉള്ളിലായിരിക്കുവാൻ അങ്ങ് ദിവ്യ കാരുണ്യമായിട്ട് അങ്ങേ തിരുശരീരത്തിലൂടെ തിരുരക്തത്തിലൂടെ അങ്ങ് ഞങ്ങളുടെ ഒന്നായിത്തീരുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, വലിയ തിരിച്ചറിവ് നൽകി ഞങ്ങളെ യഥാർത്ഥമായ സന്തോഷത്തിലേക്ക്, വളർച്ചയിലേക്ക്, ഫലങ്ങളിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചന ശുശ്രൂഷയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം പങ്കുവയ്ക്കുന്ന എന്നെയും ശ്രവിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ നിറച്ച് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമ്മേ മാതാവേ, ഞങ്ങൾക്കായി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന തിരുവചന ഭാഗം സങ്കീർത്തനങ്ങൾ 16-ാം അധ്യായം 8-ാം തിരുവചനമാണ്. അവിടെ വചനം നാം ഇങ്ങനെ വായിക്കുന്നു: കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്, അവിടുന്ന് എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. അവിടുത്തെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പൂർണ്ണതയുണ്ട്. സങ്കീർത്തകനായ ദാവീദ് പറയുകയാണ്, കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്, അവിടുന്ന് എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ ഒരിക്കലും കുലുങ്ങുകയില്ല. അവിടുന്ന് എൻ്റെ കൂടെയുള്ളത് കൊണ്ട് എനിക്ക് സന്തോഷത്തിൻ്റെ പൂർണ്ണതയുണ്ടെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമാണ് ഇത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതുമാണിതല്ലേ. ഒരു പരിധിവരെയല്ല, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം, കർത്താവ് എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഇടപെടണം, കർത്താവിൻ്റെ ശക്തി എന്നിൽ പ്രകടമാകണം. ഇത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഇത് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നമ്മുടെ ജീവിതത്തെ നമുക്ക് നയിക്കാനായാൽ, കർത്താവിനെ എപ്പോഴും കൺമുമ്പിൽ കണ്ടുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കാനായാൽ നമുക്കെല്ലാവർക്കും വലിയ ശക്തി കൈവരിക്കാൻ പറ്റും. ദാവീദിൻ്റെ ജീവിതം നമുക്കറിയാം. കർത്താവിൻ്റെ ശക്തി അനുഭവിച്ചറിഞ്ഞ മനുഷ്യന്. അതിനുവേണ്ടി ദാവീദ് എന്താ ചെയ്തത്? കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചു. അതുകൊണ്ടാണ് സാമുവേൽ പ്രവാചകനോട് ദൈവമായ കർത്താവ് പറയുക, എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവനെ ദാവീദിൽ ഞാൻ കണ്ടു എന്ന് പറയുക. അതുപോലെ ദൈവത്തോട് ചേർന്ന് തമ്പുരാൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവനായിട്ട് ദാവീദ് മാറുകയും കർത്താവിനെ അതുപോലെ ചേർത്ത് പിടിക്കുകയും ചെയ്തുകൊണ്ട് ദാവീദ് ജീവിച്ചു. ദാവീദല്ല പറയുന്ന സങ്കീർത്തനം 23 കർത്താവ് എൻ്റെ ഇടയന, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അതുപോലെ കർത്താവിനെ കൺമുമ്പിൽ കണ്ട് അതുപോലെ കർത്താവിനെ ചേർത്ത് പിടിച്ച് ജീവിച്ച ഈ ദാവീദ് ഇതാ കർത്താവിൻ്റെ കരുത്ത് സ്വന്തമാക്കിയെടുത്തു. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ കൺമുമ്പിൽ കാണണം. അതിനുള്ള കുറേ മാർഗങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റട്ടെ. ഒന്നാമതായിട്ട് നമ്മൾ ദൈവത്തിനെ കാണുന്നത്, ദൈവത്തെ അനുഭവിക്കുക ഈ പ്രകൃതിയിലേക്ക് നോക്കുമ്പോഴാണ്. ഈ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ സൃഷ്ടി വൈഭവം, ഈ പ്രകൃതിയുടെ നിലനിൽപ്പ്, അതിൻ്റെ ഓരോ മേഖലകളും നമ്മൾ ശരിക്കും ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ നിറസാന്നിധ്യം ഈ പ്രകൃതിയിൽ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. സൂര്യൻ ഉദിക്കുന്നു, അത് ഭൂമി കറങ്ങുന്നു, ഈ സൗരയൂഥത്തിൻ്റെ ആ പ്രയാണങ്ങൾ, അതോടൊപ്പം തന്നെ വൃക്ഷങ്ങൾ, മഴ പെയ്യുന്നു, ഇതൊക്കെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കി തരുന്നു. അപ്പോൾ ഈ പ്രകൃതിയെ ധ്യാനിക്കുമ്പോൾ, ഈ പ്രകൃതിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അതിൻ്റെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ക്രമീകരണം കാണുമ്പോൾ അതിൻ്റെ ഉടയവനാകുന്ന ദൈവത്തിൻ്റെ നിറസാന്നിധ്യം ഈ പ്രകൃതിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ പ്രകൃതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ എവിടെയും എങ്ങും നോക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൺമുമ്പിൽ നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയുന്ന ഒരവസ്ഥയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തമ്പുരാൻ്റെ കൂടെ നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ ദൈവമായ കർത്താവ് ഒത്തിരിയേറെ വെളിപ്പെടുത്തലുകളിലൂടെ, റെവലേഷൻസ്, വെളിപാടുകളിലൂടെ ദൈവം തൻ്റെ സാന്നിധ്യം, തൻ്റെ ശക്തി നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. പ്രവാചകന്മാരിലൂടെ, അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട അനേകം മക്കളിലൂടെ ദൈവം തൻ്റെ സാന്നിധ്യത്തെ നമുക്ക് ഉറപ്പിച്ച് നൽകുന്നുണ്ട്. അത് മനസ്സിലാക്കി ദൈവത്തെ സ്വന്തമാക്കി എടുക്കാനും തമ്പുരാനെ ചേർത്ത് പിടിക്കാനും നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് വലിയ ശക്തി പ്രകടമാവുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു മേഖലയാണ് ദൈവം
തൻ്റെ വചനത്തിലൂടെ നമുക്ക് തന്നെ വെളിപ്പെടുത്തി തരികയാണ്. അതുകൊണ്ട് നമ്മൾ വചനം ഒത്തിരിയേറെ വായിക്കണം, വചനം നമ്മൾ ധ്യാനിക്കണം, വചനത്തിലൂടെ കടന്നു പോകണം. കാരണം ഈ വചനത്തിലൂടെ ദൈവം തന്നെ നമുക്ക് നൽകുകയാണ് തന്നെ. നമുക്കറിയാം വചനം എന്താണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചവനാണ് ഈശോ. തമ്പുരാൻ്റെ വലിയ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ. നമ്മൾ വചനം വായിക്കുമ്പോൾ സങ്കീർത്തനം 119, 105 സങ്കീർത്തനായി ദാവീദ് പറയുന്നുണ്ട്, കർത്താവിൻ്റെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കാണ്, എൻ്റെ പാദങ്ങൾക്ക് വഴികാട്ടിയാണ്. 119 സങ്കീർത്തനത്തിലുടനീളം നമ്മൾ കാണുന്നത് ദൈവവചനത്തിൻ്റെ അപരിമേയമായ ശക്തിയെക്കുറിച്ചും വചനം നമ്മെ നയിക്കുന്നതിനെക്കുറിച്ചുമാണ്. ആ വചനത്തിൽ കടന്നു പോകുമ്പോൾ സങ്കീർത്തകനായ ദാവീദ് തൻ്റെ ജീവിതത്തിൽ കർത്താവിനെ കണ്ടുമുട്ടിയ, കർത്താവിൻ്റെ കൂടെ നടക്കുന്ന, കർത്താവ് പഠിപ്പിക്കുന്ന, കർത്താവിൻ്റെ ആ വലിയ സാന്നിധ്യം ആ വചനത്തിലൂടെ മനസ്സിലാക്കിക്കൊണ്ടാണ് ദാവീദ് കടന്നു പോവുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, തിരുവചനത്തിൻ്റെ ആഴമായ ശക്തി നമ്മൾ മനസ്സിലാക്കിയെടുക്കുമ്പോൾ, വചനത്തിലൂടെ തന്നെ വെളിപ്പെടുത്തി തരുന്ന തമ്പുരാനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ദൈവ സാന്നിധ്യം നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. പ്രത്യേകിച്ചും സങ്കീർത്തനങ്ങൾ, പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങൾ, സുവിശേഷങ്ങൾ, ലേഖനങ്ങൾ, പൗലോസ്ലീഹായുടെ, യാക്കോബ് സ്ലീഹായുടെ ഒക്കെ ലേഖനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം. ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് പ്രവർത്തിച്ച പ്രവാചകന്മാർ, ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് പ്രവർത്തിച്ച ആ സ്ലീഹന്മാർ, ദൈവത്തിൻ്റെ ശക്തിയിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനം, ഈ ദൈവജനം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചു. ദൈവജനം ദൈവത്തിൻ്റെ ശക്തി മനസ്സിലാക്കി ആ ദൈവത്തെ ചേർത്ത് പിടിച്ച് നിർത്തിയപ്പോൾ അവർ കൈവരിച്ച വിജയം. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഏലിയാ പ്രവാചകൻ്റെ ശക്തി, ദൈവത്തെ നേരിട്ട് കണ്ടിട്ടെന്ന പോലെ ദൈവത്തെ വിളിച്ച് ഇറക്കി ഇടപെടുത്താൻ സാധിക്കുന്ന വിധം അദ്ദേഹത്തിൻ്റെ വലിയ ശക്തി ഉണ്ടായിരുന്നു. അതാ ദൈവ സാന്നിധ്യത്തിൻ്റെ ശക്തിയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, തമ്പുരാൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തി അനുഭവിക്കുവാനായിട്ട് ദൈവവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് സാധിക്കും. അനേകം മക്കളിലൂടെ, അനേകം അനുഭവങ്ങളിലൂടെ ഈ ദൈവ സാന്നിധ്യത്തിൻ്റെ ശക്തി ദൈവമായ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഈ ഏലിയാ പ്രവാചകൻ ദൈവത്തിന് സമർപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതം എന്തായിരുന്നു? കർത്താവിനെ മുഖാമുഖം കണ്ട ജീവിതം. അദ്ദേഹം പറയുന്നുണ്ട്, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. ഏലിയാ പ്രവാചകൻ കർമ്മല മലയിൽ ഈ ജനത്തെ ഒരുമിച്ച് കൂട്ടിയിട്ട് സത്യദൈവത്തെ മറന്ന് സത്യദൈവത്തെ വിട്ടുപേക്ഷിച്ച് ജീവിച്ച ആ ജനത്തിന് മുമ്പിൽ ഏലിയാ പ്രവാചകൻ സത്യദൈവത്തെ വെളിപ്പെടുത്തി കൊടുത്തു. അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ ദൈവത്തിന് ശക്തി വിളിച്ചിറക്കിക്കൊണ്ട് കർമ്മല മലയിൽ ആ ബലിവസ്തുക്കളെ അഗ്നി ഇറക്കി ദഹിപ്പിച്ചപ്പോൾ ആ ജനത്തിൻ്റെ മുമ്പിൽ ദൈവത്തെ വിളിച്ചിറക്കി ഇടപെടുത്തി കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിനെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് ജീവിച്ചവർ എന്നും ദൈവത്തിൻ്റെ ശക്തി അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വചനത്തിൻ്റെ ശക്തി ആവാഹിച്ചെടുത്ത് കർത്താവിനെ ചേർത്ത് പിടിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ട്. അവിടെ നമ്മൾ അതാണ് സങ്കീർത്തകൻ പറയുന്നത്, അവിടുന്ന് എൻ്റെ വലത്ത് ഭാഗത്ത് ഉള്ളതിനാൽ ഞാൻ ഒരിക്കലും കുലുങ്ങുകയില്ല. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. അങ്ങനെ ആ വചനത്തിൻ്റെ സാന്നിധ്യത്തിൽ, കർത്താവിൻ്റെ ആ വലിയ സാന്നിധ്യത്തിൽ ജീവിക്കാനായാൽ ഒരിക്കലും നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല. അവിടത്തോടു കൂടെ സന്തോഷത്തിൻ്റെ പൂർണ്ണതയുണ്ട്. വീണ്ടും ഈ കർത്താവിനെ നമ്മൾ ചേർത്ത് പിടിച്ച് നമ്മുടെ കൂടെ നിർത്തുന്ന ഒന്നാണ് നമ്മുടെ പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് ആഴമായ ബന്ധം സ്ഥാപിച്ചെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദൈവത്തോട് നമ്മുടെ എല്ലാ കാര്യങ്ങളും പറയുന്ന ഒന്നാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വ്യക്തിപരമായ ആഴമായ ബന്ധം നമുക്ക് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥനയിലൂടെ സാധിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ വേദന, നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ തകർച്ചകൾ, അസ്വസ്ഥതകൾ, ഭാരങ്ങൾ എന്തൊക്കെ ഉണ്ടായാലും ഞാൻ ഓർക്കുന്നുണ്ട്, ആരാധനയിൽ അവിടെ നമ്മുടെ ധ്യാനകേന്ദ്രത്തിൽ നിത്യ ആരാധനയുണ്ട്. എന്തു വന്നാലും തമ്പുരാൻ്റെ കൂടെ പോയിരുന്ന് നമ്മുടെ വേദനകൾ, അസ്വസ്ഥതകൾ തമ്പുരാനുമായിട്ട് സംസാരിക്കുമ്പോൾ അവിടെ കർത്താവ് കൂടെയുണ്ട്. ദൈവത്തെ ഭരമേൽപ്പിക്കുമ്പോൾ അവിടെ നിന്ന് ഇടപെടും. കാരണം മറ്റൊന്നുമില്ല, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ആ ഒരു ബന്ധം നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ ഏത് വേദന വരുമ്പോഴും ഏത് ദുഃഖം വരുമ്പോഴും ആ തമ്പുരാൻ്റെ കൂടെ ഇരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, ഞാൻ അതുകൊണ്ട് അവിടെ ധ്യാനത്തിൽ വരുന്നവരോടും ഞാനുമായിട്ട് ബന്ധപ്പെടുന്നവരോടൊക്കെ പറയാറുണ്ട്, ഏറ്റവും അധികം നമ്മൾ ദൈവത്തോട് ആഴമായ ബന്ധം സ്ഥാപിക്കുക.
നമ്മൾ കണ്ണി കണ്ട കൗൺസിലേഴ്സിൻ്റെ അടുത്തും അവിടെ ഓടിപ്പാഞ്ഞല നടക്കണ്ടേ. ഏത് വേദനയുണ്ടോ, ഏത് പ്രശ്നമുണ്ടോ, തമ്പുരാൻ്റെ മുമ്പിൽ, പ്രത്യേകിച്ചും ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ വന്ന് ശാന്തമായിട്ടിരിക്കുക. ഒന്ന് സംസാരിക്കണമെന്ന് പോലുമില്ല, ചുമ്മാ ഒന്ന് കമിഴ്ന്ന് കിടക്കുക, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുക. കർത്താവേ, ഞാൻ നിൻ്റെ മുമ്പിലിരിക്കണേ, എൻ്റെ വേദന, എൻ്റെ അവസ്ഥ നിനക്കറിയാലോ. ചിലപ്പോൾ വേണമെങ്കിൽ ഒന്ന് കരഞ്ഞോ, അവിടെ ഇരുന്ന് കരഞ്ഞോ. പ്രിയപ്പെട്ടവർ, അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം കൺമുമ്പിൽ കണ്ടുകൊണ്ട്, അതാ ദാവീദ് പറയുന്നത്, എൻ്റെ തമ്പുരാൻ്റെ സാന്നിധ്യത്തിൽ എനിക്ക് സന്തോഷത്തിൻ്റെ പൂർണ്ണതയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുനീര് കാണാനുള്ള ശക്തിയും കഴിവൊന്നും എൻ്റെ ദൈവത്തിനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് സത്യം. ഞാനൊന്ന് കരഞ്ഞാൽ, എൻ്റെ തമ്പുരാനെ ഭരമേൽപ്പിച്ചാൽ, അവിടെ ആ നിമിഷം എൻ്റെ ദൈവം അതിശക്തമായിട്ട് ഇടപെടും. ഒന്ന് ഓർത്ത് നോക്കിയേ, നമ്മൾ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്, നമ്മൾ ദൈവത്തിൻ്റെ നിർമ്മിതികളായ സൃഷ്ടികളായി നമ്മൾ ആരും തകർന്ന് നശിച്ചു പോകണമെന്ന് ദൈവം ഒരിക്കലും ആഗ്രഹിക്കില്ല. സർവശക്തനായ ദൈവം അവിടെ ഇടപെട്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് വേണ്ടത് ആ ദൈവത്തെ കൺമുമ്പിൽ കണ്ടുകൊണ്ട്, എൻ്റെ ദൈവത്തെ കൺമുമ്പിൽ കണ്ടുകൊണ്ട്, എൻ്റെ ദൈവത്തോട് ചേർത്ത് വെച്ചുകൊണ്ട്, എൻ്റെ ദൈവം എൻ്റെ വലത്ത് വശത്തുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ തമ്പുരാനെ ഭരമേൽപ്പിക്കുമ്പോൾ അവിടെ ദൈവം ഇടപെടും. ഒത്തിരി അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒത്തിരി രോഗങ്ങൾ മാറിയ അത്ഭുതങ്ങൾ. കഴിഞ്ഞ ദിവസം ഞാൻ ഓർക്കുക, മക്കളില്ലാത്ത ദമ്പതികൾ കണ്ണീരോടുകൂടി ധ്യാനത്തിന് വന്നു. ഞാൻ പറഞ്ഞു, കർത്താവിനോട് പറ, ദൈവം നിങ്ങൾക്ക് ഇടപെടും. ഒരു കുഞ്ഞുണ്ടായി, പിന്നെ മക്കളില്ല, കുറേ നാളുകളായിട്ട് മക്കളില്ല. അങ്ങനെ അവർ ധ്യാനത്തിന് വന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, നിങ്ങൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ തമ്പുരാനോട് പറഞ്ഞ് പ്രാർത്ഥിക്കുക. പിന്നെ വചനം കേട്ടു, കുറേ കാര്യങ്ങൾ ചെയ്തു. പ്രിയപ്പെട്ടവരെ, അവർക്ക് ദൈവം കനിഞ്ഞ് ഇരട്ട മക്കളെ നൽകി അവിടുന്ന് അനുഗ്രഹിച്ചു. തമ്പുരാൻ്റെ അത്ഭുതങ്ങൾ ഏറെ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് നമ്മളെപ്പോഴും ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ് എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം. അത് പ്രാർത്ഥനയിലൂടെ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള ഒരു സ്നേഹ സംഭാഷണമാണ്. ഇനി അവിടെ തന്നെ ഒരു കാര്യമുണ്ട്, പാപത്തിൽ വീണെന്ന് വിചാരിക്കും. അവിടെ പാപത്തിൽ വീണാൽ പിന്നെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വിട്ട് അകന്നു പോയി, ഓക്കെ. പക്ഷേ ആ തമ്പുരാന് മുമ്പിലേക്ക് കരുണയ്ക്ക് വേണ്ടി യാചിച്ച് കടന്നു. അതാണ് ദാവീദിൻ്റെ വലിയൊരു കരുത്ത്. 51 സങ്കീർത്തനത്തിൽ പാപത്തിൽ പെട്ടുപോയി, നമുക്കറിയാം. ആ പാപത്തിൽ പെട്ടുപോയിട്ട് തമ്പുരാനെ വിട്ട് ഓടിപ്പോവുകയല്ല ദാവീദ് ചെയ്തത്. തമ്പുരാനെ, എന്നോട് കരുണ തോന്നണം. കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. തൻ്റെ അവസ്ഥ, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ ഞാൻ പാപിയാണ്. ആ പാപത്തിൻ്റെ അവസ്ഥ ഏറ്റുപറഞ്ഞുകൊണ്ട്, തൻ്റെ ബലഹീനത ഏറ്റുപറഞ്ഞുകൊണ്ട്, കണ്ണീരോടെ പശ്ചാത്താപത്തോടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തെങ്കിലേക്ക് അടുത്തു വരാം. 32 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ട്, അകൃത്യങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചന ഇല്ലാത്തവനും ഭാഗ്യവാൻ. ഞാൻ എൻ്റെ പാപങ്ങൾ ഏറ്റു പറയാതിരുന്നപ്പോഴൊക്കെ വേനൽക്കാലത്തെ ചൂടുകൊണ്ട് വരണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ഹൃദയം വിണ്ടു കീറി. എന്നാൽ ഞാൻ എൻ്റെ പാപങ്ങൾ ഏറ്റു പറയും എന്ന് പറഞ്ഞു. അവിടുന്ന് എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നത്. അതുകൊണ്ട് ഒരു പാപത്തിൻ്റെ പിടിയിൽപ്പെട്ടാലും നിരാശപ്പെടേണ്ട കാര്യമില്ല. ആ ദൈവത്തിലേക്ക് അടുത്ത് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തി കൊണ്ട് നമ്മെ നിറച്ച് നമ്മെ അനുഗ്രഹിക്കും. അതുകൊണ്ട് തമ്പുരാനോട് ആഴമായ ബന്ധം ഏത് അവസ്ഥയിലും, വേദനയിൽ, തകർച്ചയിൽ, രോഗപീഠയിൽ, പ്രതിസന്ധികളിൽ, പ്രതിബന്ധങ്ങളിൽ, അതോടൊപ്പം തന്നെ പാപത്തിൻ്റെ മേഖലകളിൽ, ദുശ്ശീലത്തിൻ്റെ മേഖലയിൽ, തഴക്കദോഷങ്ങളിലൊക്കെ. ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഒരു മദ്യപാനിയായ മകൻ കണ്ണീരോടുകൂടി അവിടെ വന്നു. അവൻ ആഗ്രഹം മാറ്റണമെന്ന്, അവന് പറ്റണില്ല. ഞാൻ പറഞ്ഞു, മകനെ, നീ തമ്പുരാനെ വിളിച്ച് പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി നീ കുമ്പസാരിക്കുക, തമ്പുരാൻ്റെ വചനം കേൾക്ക്, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പശ്ചാത്താപത്തോടു കൂടി തമ്പുരാനെ, നിന്നെ വിട്ട് ഞാൻ ജീവിച്ചിട്ടുണ്ട്, ഇന്ന് ഞാൻ അറിയുന്നു ഞാൻ ഈ പാപത്തിൻ്റെ പിടിയില, ഈ മദ്യപാനത്തിൻ്റെ ദുരാത്മാവ് എന്നെ അടിമപ്പെടുത്തി വച്ചിരിക്കാം എന്ന് നീ പറഞ്ഞ് തമ്പുരാനോട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ മകൻ കുമ്പസാരിച്ചു. അന്നത്തെ ധ്യാനത്തിൻ്റെ പാപപരിഹാര ബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. വിടുതലിൻ്റെ ആരാധനയിൽ കർത്താവ് എനിക്ക് വിടുതൽ തരണമെന്ന് ചങ്കുപൊട്ടി കരഞ്ഞ മകൻ പ്രാർത്ഥിക്കണം ഞാൻ കണ്ടു. ചങ്കുപൊട്ടി കരഞ്ഞു പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇടപെടണം. അതിനുശേഷം അവൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം. അവനിന്നും ദിവ്യകാരുണ്യ ആരാധന വന്നിരുന്ന് പ്രാർത്ഥിക്കും, തമ്പുരാൻ്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞു, തമ്പുരാനെ മുന്നിൽ കണ്ട് നീ ജീവിക്കുക, കർത്താവ് നിൻ്റെ കൂടെയുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ നീ തമ്പുരാനോട് പറയണം. ഞാൻ അവനോട് പറഞ്ഞു കൊടുത്തു വിശുദ്ധ ഫിലിപ്പിനേരിയെക്കുറിച്ച്. വിശുദ്ധ ഫിലിപ്പിനേരി എല്ലാ ദിവസവും എഴുന്നേറ്റിട്ട് തമ്പുരാനോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കും. അദ്ദേഹം എന്നിട്ട് പറയും, കർത്താവേ, ഇന്ന് ഫിലിപ്പിനെ അങ്ങ് കാത്തുകൊള്ളണം. ഫിലിപ്പ് ബലഹീനന, ഫിലിപ്പ് ദുർബലന, ഫിലിപ്പ് നിസ്സഹായന. ഫിലിപ്പിനെ അങ്ങ് കാത്തു പരിപാലിക്കുന്നില്ലെങ്കിൽ ഫിലിപ്പ് അങ്ങയെ പറ്റിക്കും.
ഫിലിപ്പ് തന്നെ പറയും, ഫിലിപ്പിൽ തന്നെ വിശ്വാസമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഒരു വിശ്വാസമില്ലായ്മ നമുക്ക് നമ്മെക്കുറിച്ചുണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കും. നമ്മൾ ദൈവത്തെ നമ്മുടെ മുമ്പിൽ നിർത്തും. ദൈവമേ, നീ ഇടപെട്ടേ മതിയാകൂ, നീ എന്നെ സംരക്ഷിച്ചേ മതിയാകൂ, നീ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടേ മതിയാകൂ, നിന്നെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. കർത്താവിനെ അതുപോലെ ചേർത്ത് പിടിച്ച് നിർത്തി ജീവിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ, അതാണ് ഈശോ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 10 വരെ തിരുവചനത്തിൽ പറയുക, ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തമ്പുരാനെ ചേർത്ത് നിർത്താനുള്ള വലിയൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അങ്ങനെ തമ്പുരാനെ ചേർത്ത് നിർത്തിയപ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ഉന്നതമായ വിജയം, അതാണ് ദാവീദ് പറയുന്ന, കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച ദാവീദ് ഗോലിയാത്ത് എന്ന ആ മല്ലനെ എതിരിടാൻ പോകുമ്പോൾ, ഈ മല്ലൻ വെല്ലുവിളിക്കുമ്പോഴൊക്കെ ദാവീദ് പറയുന്നുണ്ട്, ഇത് കർത്താവിൻ്റെ യുദ്ധമാണ്, ദാവീദ് എന്ന വ്യക്തിയുടേതല്ല, കർത്താവിൻ്റെ യുദ്ധമാണ്. മോശ ഇസ്രായേൽ ജനത്തോട് പറയുന്നുണ്ട്, ഈ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ട്, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവിന് സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഇസ്രായേൽ ജനത്തെ മോശ നയിച്ചപ്പോൾ ആ മേഘസ്തംഭത്തിലും അഗ്നിസ്തംഭത്തിലും ദൈവത്തിൻ്റെ സാന്നിധ്യം അവരെ രക്ഷയിലേക്കും അവരെ അത്ഭുതകരമായ ആ ചെങ്കടലൊക്കെ കടത്തി ആ മരുഭൂമിയിൽ വെള്ളം ലഭിച്ച്, കാടപ്പക്ഷികളെ ലഭിച്ച്, മന്ന ലഭിച്ച്, അനുഗ്രഹത്തിൻ്റെ ആ വലിയ തണലിൽ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ തണലിൽ മുന്നോട്ട് പോകുവാനായിട്ട് അവർക്ക് കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ ദൈവ സാന്നിധ്യമാണ് നമുക്ക് വേണ്ടത്. ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പിക്കലാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അല്ലാതെ നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ നമ്മുടെ മസിൽ പവർ കൊണ്ടോ സാമ്പത്തിക മേഖലകൾ കൊണ്ടൊന്നും നമുക്ക് ജീവിക്കാനോ വളരാനോ സന്തോഷവും സമാധാനവും അനുഭവിക്കാനോ ഫലങ്ങൾ പുറപ്പെടുവിക്കാനോ നമുക്കാർക്കുമോ സാധ്യമല്ല. അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കത്തക്ക വിധം കൂദാശകളിലൂടെ, അത് വലിയൊരു മേഖലയാണ്. കത്തോലിക്ക തിരുസഭയിൽ ദൈവമായ കർത്താവ് തൻ്റെ സാന്നിധ്യം നമുക്ക് ഉറപ്പിച്ചു തരുന്ന കൂദാശകളുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് ആര് എന്ത് പ്രശ്നവുമായിട്ട് വന്നാലും ഞാൻ ആ മക്കളോട് ചോദിക്കുന്ന 2 ചോദ്യമുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഒന്ന്, കുമ്പസാരിച്ചിട്ട് എത്ര നാളായി? വിശുദ്ധ കുർബാന സ്വീകരണമുണ്ടോ? ഈ 2 കാര്യങ്ങളും അതിൻ്റെതായ ചൈതന്യത്തോടു കൂടി മനസ്സിലാക്കിക്കൊണ്ട് ആര് ജീവിക്കുന്നുവോ ആര് പ്രവർത്തിക്കുന്നുവോ അവൻ്റെ കൂടെ കർത്താവുണ്ട്. വിശുദ്ധ കുർബാനയിലൂടെ ഈശോ നമ്മുടെ ശരീരത്തിലേക്ക് രക്തത്തിലേക്ക് അഴിഞ്ഞ് നാം ഈശോയിലും ഈശോ നമ്മിലും ആകുന്ന വലിയ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. ആ ഈശോയെ അതുപോലെ നാം സ്വീകരിച്ചു കഴിയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കരുത്തെന്താ ചിന്തിക്കണം. അത് സ്വന്തമാക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഈശോ നിറഞ്ഞ അനുഭവം, ഈശോയെ സ്വന്തമാക്കി ഈ ദാവീദിനെ പോലെ കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. വലിയൊരു വചനമാണ്. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്, ഒരു നിമിഷം പോലും മാറിപ്പോകുന്നില്ല, എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഭയപ്പെടില്ല. ഇതുപോലെയൊക്കെ പറയാൻ നമുക്ക് പറ്റുമോ? അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം. ഞാൻ പറയും, ഇന്ന് തിരുവചനം സേവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളെ ശരിക്കും പരിശോധിക്കുക. കർത്താവിനെ കൺമുമ്പിൽ നിർത്തിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കുന്ന ഒരു ജീവിതം ജീവിക്കുന്നവരാണോ നമ്മൾ? കർത്താവിനെ കൂടാതെ ജീവിക്കാൻ സാധ്യമല്ലെന്ന തിരിച്ചറിവോടെ കർത്താവിനെ ചേർത്ത് പിടിക്കാൻ വേണ്ടി എന്തൊക്കെ നീ ചെയ്യുന്നുണ്ട്? ഇന്ന് പല മക്കൾക്കും പള്ളിയിൽ പോകാൻ താല്പര്യമില്ല, കുമ്പസാരിക്കാൻ താല്പര്യമില്ല, വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ താല്പര്യമില്ല. അതോടൊപ്പം തന്നെ ദൈവകൃപയിൽ നിറയപ്പെടുന്ന വിധം കൂദാശകൾ പരിക്രമം ചെയ്യാൻ താല്പര്യമില്ല. ചടങ്ങിനെ പോലെ ആഘോഷമാക്കി തീർക്കുന്ന മാമോദീസകൾ, ആദികുർബാന സ്വീകരണങ്ങൾ, ഒത്തിരിയേറെ ആർഭാടമായ വിവാഹങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ തന്നെ കൂദാശകളൊക്കെ തന്നെ തമ്പുരാനെ ചേർത്ത് നിർത്താനും ആ കൺമുമ്പിൽ നിർത്താനും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹദാനങ്ങളാണ്. പക്ഷെ അതിനെയൊക്കെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? ദൈവത്തിന് വേണ്ടി എന്ത് സമയം നീ കൊടുക്കുന്നുണ്ട്? തമ്പുരാനെ ചേർത്ത് നിർത്താൻ, തമ്പുരാനെ കൺമുമ്പിൽ നിർത്താൻ, ദൈവത്തെ ജീവിക്കുന്ന സാന്നിധ്യമായിട്ട് ജീവിതത്തിൽ നിലനിർത്തുവാൻ വേണ്ടി നമ്മളൊക്കെ എന്ത് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശോധിക്കണം. ദാവീദ് അതാ ചെയ്തേ. വീണു, ശരിയാ, പാപം ചെയ്തു, അപ്പോഴും തമ്പുരാനിലേക്ക് തിരിയുക. വിജയം ഉണ്ടായി, അപ്പോഴും തമ്പുരാന് നന്ദി പറയുക. പരാജയം ഉണ്ടായി, അപ്പോഴും തമ്പുരാനെ വിളിക്കുക. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും, ഏത് പ്രതികൂലങ്ങളിലും, ഏത് തകർച്ചകളിലും, ഏത് പാപത്തിലും, ഏത് ദുർബലതകളിലും തമ്പുരാനെ ചേർത്ത് പിടിച്ച് നിർത്തിയ ദാവീദിൻ്റെ ജീവിതം, പൗലോസ്യയുടെ ജീവിതം നോക്കിക്കോ. ഇതുപോലെ തന്നെ ഓരോ അവസ്ഥയിലും ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ,
ക്രിസ്തുവിനെ സ്വന്തമാക്കുന്ന, ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന ആ കൃപയ്ക്ക് വേണ്ടി തീവ്രതയോടെ തീഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമയായി തീർന്നപ്പോൾ പൗലോസ്ലീഹ ശക്തനായി മാറി. പത്രോസ്ലീഹ, സ്ലീഹന്മാർ കർത്താവിനെ സ്വീകരിച്ചു, കർത്താവിനെ സ്വന്തമാക്കി, കർത്താവിനെ സമർപ്പിച്ചു. ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ നിറവിനാൽ ഈ ഒരു തലത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവരുടെയൊക്കെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു. വിശുദ്ധയുടെ ജീവിതത്തിലേക്ക് നോക്ക്, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്ക്, രക്തസാക്ഷികളുടെ ജീവിതത്തിലേക്ക് നോക്ക്. അവരൊക്കെ കർത്താവിനെ കണ്ടു. എസ്തഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന സമയത്ത് അവൻ ദൈവത്തിൻ്റെ സാന്നിധ്യം കണ്ടു. സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിനെ കാണുക. കർത്താവിനെ കണ്ടവന് രക്തസാക്ഷിത്വം ഒരു മടിയില്ലാത്ത അവസ്ഥയായി മാറി. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ കാണുമ്പോൾ അതാ പൗലോസ്ലീഹ പറയുന്നത്. ഈ സ്നേഹം കണ്ട പൗലോസ്ലീഹ റോമ 8:35 പറയുന്നുണ്ടല്ലോ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് ഞങ്ങളെ വേർപെടുത്തും? ക്ലേശമോ, ദുഃഖമോ, ദുരിതമോ, ആപത്തോ, പട്ടിണിയോ, വാളോ, ഈ ലോകത്തിലുള്ളവയ്ക്കോ വരാനുള്ളവയ്ക്കോ ഒന്നിനും ഈ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപെടുത്താനാകില്ല. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ സ്നേഹത്തോട് അതുപോലെ ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങൾ ക്രിസ്തുവിനെ കുടുംബത്തിൽ നിർത്തി ജീവിക്കട്ടെ. നമ്മുടെ മക്കൾ ക്രിസ്തുവിനെ ദൈവത്തെ വലത്തുഭാഗത്ത് നിർത്തി ജീവിക്കട്ടെ. ക്രിസ്തുവിനെ ദൈവത്തെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ജീവിതം ജീവിക്കുമ്പോൾ ആ കുടുംബങ്ങൾ, ആ പൗരോഹിത്യം, ആ ജീവിതം അനുഗ്രഹിക്കപ്പെടും. അവന് തകർച്ചകളുണ്ടാകാം, രോഗപീഠകളുണ്ടാകാം, പാപത്തിൽ വീണു പോയിട്ടുണ്ടാകാം. നമ്മളൊക്കെ എത്രമാത്രം പാപത്തിലാണ് വീണു പോകുന്നത്. അവിടെയും അറിയുക, കർത്താവിലല്ലാതെ നമുക്ക് രക്ഷയില്ല. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഫിലിപ്പിയക്കാർക്ക് ലേഖനം 4-ാം അധ്യായത്തിൽ പറയുക, കർത്താവിൽ സന്തോഷിക്കുവിൻ. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവിൽ സന്തോഷിക്കുവിൻ. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ സന്തോഷമുണ്ട്. കർത്താവിലാണ് നമ്മുടെ ജീവിതമെങ്കിൽ സന്തോഷമുണ്ട്. കർത്താവിൽ നമുക്ക് സമാധാനമുണ്ട്. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ അവിടുത്തെ സന്തോഷത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അവിടുത്തെ സാന്നിധ്യത്തിൽ സന്തോഷത്തിൻ്റെ പൂർണ്ണതയുണ്ട്. ഈ സന്തോഷത്തിലേക്കാണ് പ്രിയപ്പെട്ടവരെ ദൈവം നമ്മെ വിളിക്കുക. ഈ സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്കാണ് എൻ്റെ പ്രിയ മക്കളെ ദൈവം നമ്മെ നയിക്കുക. ആ സന്തോഷത്തിൻ്റെ പൂർണ്ണത സ്വന്തമാക്കിയെടുക്കുവാനായിട്ട് ആഗ്രഹിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് സന്തോഷമുണ്ടാകുവാനും അത് പൂർണ്ണമാകാനും വേണ്ടി അങ്ങ് ഈ ഭൂമിയിലേക്ക് വന്നു. അതിനുവേണ്ടി അങ്ങ് ഞങ്ങളുടെ കൂടെ വസിക്കാൻ തിരുമനസ്സായി. ദിവ്യകാരുണ്യത്തിലൂടെ ജീവൻ്റെ അപ്പമായിട്ട് അങ്ങ് ഞങ്ങളുടെ കൂടെ വസിക്കുന്ന ആ വലിയ കാരുണ്യം അനുഭവിച്ച് സ്വന്തമാക്കുവാൻ, അങ്ങേ എപ്പോഴും കൺമുമ്പിൽ കണ്ടുകൊണ്ട് ജീവിക്കുവാൻ, അങ്ങയെ ഞങ്ങളുടെ വലത്തു ഭാഗത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ഈ വചനം സേവിക്കുന്ന എല്ലാ മക്കളെയും കർത്താവിയോടൊന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം എല്ലാ കുടുംബങ്ങളിലും നിറയട്ടെ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിറയട്ടെ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ സകല പ്രവർത്തനങ്ങളിലും നിറയപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ സ്വീകരിച്ച് വചനം മാംസം ധരിച്ച പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ, രക്തസാക്ഷികളെ തമ്പുരാനെ മുഖാമുഖം കണ്ട് ആ വലിയ സാന്നിധ്യത്തിൻ്റെ ശക്തിയിൽ നിങ്ങൾ ജീവിച്ചു. രക്തസാക്ഷികളായി വിശുദ്ധിയിൽ ജീവിച്ചു. വചനം മാംസം ധരിച്ചു ജീവിച്ചു. ആ വലിയ കൃപ ഞങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.